യേശുവും ധനികനായ മനുഷ്യനും. ഒരിക്കൽ യേശു തന്റെ ശിഷ്യന്മാർക്ക് വചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഒരു ധനികനായ യുവാവ് യേശുവിന്റെ മുൻപിൽ വരികയും മുട്ടുകുത്തി നിൽക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, എന്നെ സഹായിക്കൂ. യേശു ചോദിച്ചു, എന്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? യുവാവ് പറഞ്ഞു, ഞാൻ സ്വസ്ഥമായ ജീവിതം നേടാനുള്ള വഴി തേടുകയാണ്. നിങ്ങൾ 10 കൽപ്പനകളും പാലിക്കുന്നുണ്ടോ? അതെ, ഞാൻ കുട്ടിക്കാലം മുതൽക്കേ 10 കൽപ്പനകളും പാലിക്കുന്നുണ്ട്. ഞാൻ ചെയ്യേണ്ട മറ്റെന്തെങ്കിലും ഉണ്ടോ? സ്വസ്ഥമായ ജീവിതം വേണമെങ്കിൽ നീ നിന്റെ എല്ലാം ഉപേക്ഷിക്കണം. നിന്റെ സമ്പത്തെല്ലാം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണം. ദൈവവചനം പ്രചരിപ്പിക്കുന്നതിൽ എന്നോടൊപ്പം ചേരുക. ധനികനായ മനുഷ്യൻ സ്തംഭിച്ചു നിന്നു. എല്ലാ വസ്തുക്കളും വിട്ടുകൊടുക്കുക എന്ന ആശയം അവനെ നിരാശപ്പെടുത്തി. യേശു അവനെ ദയയോടെ നോക്കി. യേശു ശിഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ഇവരെ നോക്കൂ, ഇവർ എല്ലാം ഉപേക്ഷിച്ചു വന്നവരാണ്. അവരുടെ ജോലി, സമ്പത്ത്, കുടുംബം എല്ലാം ഉപേക്ഷിച്ചു എന്നെ പിന്തുടരുന്നു. എല്ലാം ഉപേക്ഷിക്കുന്നത് ധനികന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. യേശു ശിഷ്യനോട് പറഞ്ഞു, ഒട്ടകത്തിന് ഒരു സൂചിക്കകത്തു കൂടി പോകുന്നത് എളുപ്പമാണ്. എന്നാൽ ഒരു ധനികന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് അത്ര എളുപ്പമായ കാര്യമല്ല. ധനികനായ മനുഷ്യൻ പതുക്കെ നടന്നകന്നു. Jesus and the rich man. Once Jesus was teaching his disciples. A young rich man came forward and kneeled down in front of Jesus. He said, "Please help me." Jesus said, "What is it that you want?" The young man replied, "I am looking for a way to gain eternal life." "Do you follow all the 10 commandments?" "Yes, I'm following it since childhood." "Is there anything else I should do?" "If you really want an eternal life, sell all your belongings. Distribute all your wealth amongst the poor and needy. Follow me, join me in spreading the word of God." The rich man was shocked. The idea of giving away everything disappointed him. Jesus looked at him with sympathy. Jesus pointed out at the disciples and said, "Look at them. They have given up everything, their work, their wealth, their families, everything, just to follow me." Jesus knew giving up everything was the most difficult thing for the rich man. Jesus said to his disciples, "It is easier for a camel to go through the eye of a needle than for a rich man to enter the kingdom of God." The rich man quietly walked away. യേശു വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. ഒരിക്കൽ ഗലീലിയിലെ കാന എന്ന സ്ഥലത്ത് ഒരു വിവാഹാഘോഷം നടക്കുകയായിരുന്നു. തന്റെ ശിഷ്യന്മാരോടും അമ്മയായ മേരിയോടൊപ്പവുമാണ് യേശു വിവാഹാഘോഷത്തിൽ പങ്കെടുത്തത്. അതൊരു വലിയ ആഘോഷമായിരുന്നു. ജനങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു. അവിടെ മോശമായ രീതിയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ സമയങ്ങളിൽ എല്ലാവരും വീഞ്ഞു കഴിക്കുന്നുണ്ടായിരുന്നു. അതൊരു വലിയ ആഘോഷമായിരുന്നു. ആളുകൾ ഭക്ഷണം കഴിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്യുന്നു. പെട്ടെന്നാണ് വീഞ്ഞെല്ലാം തീർന്നു പോയത് ജോലിക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ജോലിക്കാരൻ യജമാനനെ വിവരമറിയിച്ചു. യജമാനനും ഭാര്യയും വിഷമത്തിലായി. യജമാനന്റെ ഭാര്യ പറഞ്ഞു, "ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യും? പെട്ടെന്ന് വീഞ്ഞ് ലഭിക്കുക എളുപ്പമല്ല. ധാരാളം പേർ വീഞ്ഞ് കാത്തു നിൽക്കുകയാണ്." അപ്പോൾ യജമാനൻ പറഞ്ഞു, "ഇതൊരു പ്രതിസന്ധി ഘട്ടമാണ്. എന്തു ചെയ്യണമെന്നറിയില്ല."
യേശുവിന്റെ അമ്മ മേരി അവരുടെ സംസാരം കേട്ടു. മേരി പറഞ്ഞു, വിഷമിക്കേണ്ട, നിങ്ങളെ സഹായിക്കാൻ ഞാൻ എൻ്റെ മകനോട് പറയാം. മേരി യേശുവിനോട് അവരെ സഹായിക്കാൻ പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, എനിക്ക് അത്തരം ജോലികൾ ചെയ്യാനുള്ള സമയമായിട്ടില്ല. പക്ഷേ മേരി തുടരെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് യേശു സഹായിക്കാമെന്ന് ഉറപ്പു നൽകി. യേശു 6 വലിയ ഭരണികൾ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഭരണികളിലെല്ലാം വെള്ളം നിറയ്ക്കൂ. അതിനുശേഷം എല്ലാ ഭരണികളിലും വെള്ളം നിറച്ചു. പിന്നീട് ജോലിക്കാരനോട് പറഞ്ഞു, ഈ ഭരണികളിൽ നിന്നും വെള്ളമെടുത്ത് അതിഥികൾക്ക് കൊടുത്തോളൂ. ജോലിക്കാർ അതിഥികൾക്കെല്ലാം വെള്ളം കൊടുത്തു. അവർ വധൂവരന്മാരുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. അതിഥികൾ അതെടുത്തു കുടിച്ചു. അപ്പോൾ ജലം വീഞ്ഞായി മാറി. അതിനുശേഷം അവർ പറഞ്ഞു, വീഞ്ഞ് വളരെ നന്നായിരിക്കുന്നു. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഇത് അവസാന സമയത്തേക്ക് വെച്ചതാണല്ലേ. യേശു ആദ്യമായി ചെയ്ത അത്ഭുതമായിരുന്നു വിവാഹാഘോഷത്തിൽ നടന്നത്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നു. ഈ സംഭവം ശിഷ്യന്മാരുടെ ഇടയിൽ യേശുവിനോടുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു. യേശുവും അന്ധനായ മനുഷ്യനും. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും ജെറിക്കോ എന്ന പട്ടണത്തിലൂടെ പോവുകയായിരുന്നു. അവിടെ അന്ധനായ ഒരു യാചകൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബാർട്ടിമസ് എന്നായിരുന്നു. അദ്ദേഹം യേശുവിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടിരുന്നു. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും തെരുവിലൂടെ പോവുകയായിരുന്നു. അപ്പോൾ ഒരു ശബ്ദം കേട്ടു, എന്നോട് ദയവുണ്ടാവൂ, എന്നെ സഹായിക്കൂ. അവിടെയുള്ള ഒരാളോട് ചോദിച്ചു, ആരാണ് അയാൾ? അയാൾ എന്തിനാണ് ശബ്ദമുണ്ടാക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, അതാണ് ബാർട്ടിമസ്. അദ്ദേഹം ജന്മന അന്ധനാണ്. അപ്പോൾ എല്ലാ ജനങ്ങളും യേശുവിന്റെ ചുറ്റും കൂടി. തെരുവിൽ ധാരാളം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ബാർട്ടിമസ് ഒരാളോട് ചോദിച്ചു, എന്താണ് ഇവിടെ നടക്കുന്നത്? ഒരുപാട് ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യേശു നമ്മുടെ പട്ടണത്തിലെത്തിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ബാർട്ടിമസിന് സന്തോഷമായി. അദ്ദേഹം ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി, ഹേ യേശു, എന്നെ സഹായിക്കണമേ, എന്നോട് ദയവുണ്ടാകണമേ. അയാൾ വീണ്ടും വീണ്ടും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. അവസാനം യേശു അയാൾ പറയുന്നത് കേട്ടു. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ആ അന്ധനായ മനുഷ്യനെ എന്റെ അടുത്ത് കൊണ്ടുവരൂ. ബാർട്ടിമസിനെ ജീസസിനടുത്ത് കൊണ്ടുവന്നപ്പോൾ ജീസസ് ചോദിച്ചു, ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? അപ്പോൾ അന്ധനായ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ജന്മനാ അന്ധനാണ്, എന്നോട് കരുണ കാണിക്കണം. എനിക്കെന്റെ കാഴ്ചശക്തി തരൂ, എങ്കിൽ എനിക്ക് അങ്ങയെ കാണുവാൻ കഴിയും. നിങ്ങളുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടും. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും. ബാർട്ടിമസിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടി. അയാൾക്ക് വളരെയധികം സന്തോഷമായി. ബാർട്ടിമസ് യേശുവിനെ സ്തുതിച്ചു. അദ്ദേഹം യേശുവിന്റെ ശിഷ്യനായി മാറി.